സുഡാനിലെ അതിഭീകരമായ യുദ്ധം 1000 ദിനങ്ങൾ പിന്നിടുകയാണ്. ഇന്ന് സുഡാനിലെ ഏതാണ്ട് 34 ദശലക്ഷം ആളുകൾക്ക് മാനുഷിക സഹായം ആവശ്യമാണ്. സംഘർഷം ആരംഭിച്ചിട്ട് ഇന്നുവരെ ഓരോ ദിവസവും 5000 കുട്ടികൾ കുടിയിറക്കപ്പെടുന്നുവെന്നാണ് യുനിസെഫിന്റെ കണക്ക്. അന്ത്യമില്ലാത്ത പലായനം തുടരുകയാണ് ആ ജനത. സ്വന്തം മണ്ണിൽ സ്വന്തം വർഗ്ഗക്കാർ തന്നെ തോക്കും ബോംബും യുദ്ധ ടാങ്കുകളുമായി നേരിടാൻ വരുമ്പോൾ തങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന ചോദ്യമായിരിക്കും ഈ കുട്ടികൾ ചോദിക്കുന്നത്. ഏപ്രിലിൽ ആരംഭിച്ച രാജ്യത്തെ സൈനിക ഭരണാധികാരികളും അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള യുദ്ധം അതിന്റെ ഏറ്റവും മാരകമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഗുരുതരമായ മാനുഷിക പ്രതിസന്ധികളിലൊന്നായി മാറിയിരിക്കുന്നു സുഡാനിലെ സംഘർഷം. ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അടിയന്തരമായ മാനുഷിക സഹായം ആവശ്യമാണ്. 33 ദശലക്ഷത്തിലധികം ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടു കഴിഞ്ഞു. ജനസംഖ്യയുടെ ഏകദേശം 65% പേർക്കും ചികിത്സ ലഭിക്കുന്നില്ല. സംഘർഷം രൂക്ഷമായ ഡാർഫറിലും കോർഡോഫാനിലും പകുതിയിലധികം കുട്ടികളും പോഷകാഹാരക്കുറവിനാൽ ബുദ്ധിമുട്ടുന്നു. സുഡാനിലെ 45%-ലധികം ആളുകൾ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്നു. ഗദാരഫിലും ഡാർഫറിലും ഇസ്ലാമിക് റിലീഫ് നടത്തിയ പഠനത്തിൽ 83% കുടുംബങ്ങൾക്കും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ലെന്നാണ് കണ്ടെത്തൽ. സ്ത്രീകൾ ഗൃഹനാഥരായ 3/4 കുടുംബങ്ങളിലും കഴിക്കാൻ ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. ഭക്ഷണം തേടി പോകുന്ന ഇടങ്ങളിൽ സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിനും ഇരയാകുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.